സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേ ഇപ്പോൾ ശരിയാക്കി തരാൻ പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് അതേ കോളേജിൽ തന്നെയാണ്, നമ്മുടെ SB ചങ്ങനാശ്ശേരിയിലുള്ള കോളേജിലാണ്. ഇവിടുത്തെ കുട്ടികളുടെ കഴിവ് ഇനിയും നമുക്ക് കാണേണ്ടതുണ്ട്. അവർ റെഡി ആയിരിക്കുകയാണ്, നമുക്ക് അങ്ങോട്ട് പോകാം. നാല് പേരെ ഉടുവസ്ത്രമഴിച്ച് തെരുവിൽ തല്ലുന്നു. അതങ്ങ് ബീഹാറിലല്ലേ? മാംസം കടത്തിയതിന് ഒരാളെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നു. അതങ്ങ് UP-യിലല്ലേ? പോലീസ് മർദ്ദനമേറ്റ് കസ്റ്റഡിയിൽ വെച്ച് 2 പേർ കൊല്ലപ്പെടുന്നു. അതങ്ങ് തൂത്തുക്കുടിയിലല്ലേ? വിശപ്പടക്കാൻ ഭക്ഷണം മോഷ്ടിച്ചതിന് ഒരു ആദിവാസി യുവാവിനെ കൂട്ടം കൂടി തല്ലിക്കൊല്ലുന്നു. അതിങ്ങ് കേരളത്തിലല്ലേ? അല്ല, ഇതെല്ലാം നടന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഒരു ചാർജ് ഷീറ്റ് പോലും ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ആ 4 പേർക്കുമെതിരെ ഈ നാട് മുഴുവൻ വിധി എഴുതണമെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. വിദ്യ എന്ന പെൺകുട്ടി അവളുടെ ഡെത്ത് നോട്ടിൽ അവസാനമായി കുറിച്ച വാക്കുകൾ: മൈ ബർത്ത് വാസ് മൈ മിസ്റ്റേക്ക്. അപ്പം കണ്ടേ, ഭയങ്കര എനർജറ്റിക് ഉള്ള പിള്ളേരാണ്. ഇപ്പോഴേ അവർ അഭിനയിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. ഇതിനകത്ത് പാട്ടുകാരുണ്ട്, ഡാൻസുകാരുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഷോയുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ എനർജി ഹൈ ലെവൽ, ഹൈ വോൾട്ടേജ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ വിളിക്കുകയാണ്. നല്ലൊരു കയ്യടി കൊടുക്കുക. റെഡ് ടീഷർട്ട് വരും പ്ലീസ്. എന്താണ് പേര്? എവിടെ? എവിടെ? നാട് എവിടെയാണ്? അപ്പോൾ നമുക്കൊരു പാട്ട് പാടി തന്നെ. 4 വരി. മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. എന്തിനു പെണ്ണെ നിനക്കിന്നു പിണക്കം, നീ എൻ്റെ കരളല്ലേ. മാറിന്റെ മാറിൽ മയക്കം കൊള്ളുമ്പോ നീയല്ലോ കനവാകെ. കയ്യടി മുത്തേ എന്നെ എന്തേ കുറ്റം ചെയ്തു ഞാൻ. താനെ തന്നെ തന്നാനെ താനെ താനെ തന്നെ തന്നാനെ താനെ. യെസ്, അപ്പോൾ റെഡി, നമുക്ക് തുടങ്ങാം. റെഡി, ആക്ഷൻ. 4 പേരെ തെരുവിൽ അത്ര നീട്ടണ്ടല്ല, താനിനി തുടങ്ങാൻ വേണ്ട. 4 പേരെ ഉടുവസ്ത്രം അഴിച്ച് തെരുവിൽ തല്ലുന്നു. അതങ്ങ് ബീഹാറിലല്ലേ? മാംസം കടത്തിയതിന് ഒരാളെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നു. അതങ്ങ് UP-യിലല്ലേ? പോലീസ് കസ്റ്റഡിയിലായിരുന്ന മർദ്ദനമേറ്റ് 2 പേർ കൊല്ലപ്പെടുന്നു. അതങ്ങ് തൂത്തുക്കുടിയിലല്ലേ? വിശപ്പടക്കാൻ വേണ്ടി ഭക്ഷണം മോഷ്ടിച്ചതിന് ഒരു ആദിവാസി യുവാവിനെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നു. അതങ്ങ് കേരളത്തിലല്ലേ? അല്ല, ഇതെല്ലാം നടന്നത് ഇന്ത്യയിലാണ്. ഒരു ചാർജ് ഷീറ്റ് പോലും ഈ 4 പേരെ കണ്ടോളൂ, ഇതാണ് ആ രേഖ. ഒരു ചാർജ് ഷീറ്റിൽ 4 പേരുടെ പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പേ ഇവർക്കെല്ലാം എതിരെ സമൂഹം വിധി എഴുതിയെങ്കിൽ അതിനെല്ലാം കാരണം ഒറ്റയാളേ ഉള്ളൂ. ഒരാളേ ഉള്ളൂ, നിഹാലയോ. അതാരാണ്? കാര്യം ഞാൻ തന്നോട് പറയാം, അനുസരിച്ചാ തനിക്ക് കൊള്ളാം. ഇതുപോലുള്ള മരങ്ങോടന്മാര് താമസിക്കുന്നിടത്തുനിന്ന് മാറി താമസിച്ചാ കൊള്ളാം. വിദ്യ, അത് അവസാനത്തെ ഡെത്ത് നോട്ടിൽ എഴുതിയ വാക്കുകളായിരുന്നു. മൈ ബർത്ത് വാസ് മൈ മിസ്റ്റേക്ക്. അടിപൊളിയായിട്ട് ഡയലോഗ് പറഞ്ഞു. ഇതൊക്കെ ഇപ്പം മെമ്മറിയിലുണ്ട്. ഇനിയാണ് ഇത് അഭിനയിച്ച് പറയാൻ പോകുന്നത്. ഇനി ഇത് ആക്ട് ചെയ്ത് പറയുന്നതാണ്. യെസ്, ആക്ട് ചെയ്തോളൂ. 4 പേരെ ഉടുവസ്ത്രം അഴിച്ച് അങ്ങ് തെരുവിൽ തല്ലുന്നു. അതങ്ങ് ബീഹാറിലെ. ഇത് ഏതോ കുട്ടികൾ മറ്റേ മിഠായി തരാൻ പറയുന്നതാണ്. 4 പേരെ ഉടുവസ്ത്രം അഴിച്ച്. അങ്ങനെയാണോ ഒരു അഡ്വക്കറ്റ് സംസാരിക്കുന്നത്? എനിക്ക് അപ്പന്റെ ആക്ടിങ് അറിയില്ല. ഞാനൊരു സത്യം പറയട്ടെ, ഞാനൊരു തന്തയില്ലാത്തവനാ. അത് നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. 4 പേരെ ഉടുവസ്ത്രം അഴിച്ച് തെരുവിൽ തല്ലുന്നു. അതങ്ങ് ബീഹാറിലല്ലേ? മാംസം കടത്തിയതിന് ഒരാളെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നു. അതങ്ങ് ബീഹാറിലല്ല, UP-യിലല്ലേ? എല്ലാം ബീഹാറിലാണ്. അതങ്ങ് UP-യിലല്ലേ? പോലീസ് മർദ്ദനമേറ്റ കസ്റ്റഡിയിലായിരുന്ന 2 യുവാക്കൾ കൊല്ലപ്പെടുന്നു.
അതങ്ങ് തൂത്തുക്കുടിയിലല്ലേ വിശപ്പടക്കാനായി ഭക്ഷണം മോഷ്ടിച്ചതിന് ഒരു ആദിവാസി യുവാവിനെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നു. അതിങ്ങ് കേരളത്തിലല്ലേ, ഇന്ത്യയിൽ. ഓക്കെ, ഒരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ 4 പേർക്കെതിരെ ഒരു സമൂഹം മുഴുവൻ വിധി എഴുതിയെങ്കിൽ ചാർജ് ഷീറ്റ് ഒരു സമൂഹം മുഴുവൻ വിധി എഴുതിയെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. പേരെന്നാ? പേരെന്തായിരുന്നു? ലൂസി. ലൂസി. പേരെന്നാ? കാളി. അതാവൻ പേര്. പാണ്ഡിതുരെ. അറിയാൻ പേര്. ബാസി. വിദ്യയുടെ അവസാനത്തെ ഡെത്ത് നോട്ടിലായി എഴുതിയ വാക്കുകളായിരുന്നു. എന്തായിരുന്നു വാക്ക്? My birth was my mistake. ഓക്കെ, വെരി ഗുഡ്. എന്റെ ജീവിതം ധന്യമായി വാസുട്ട. വളരെ മനോഹരമായിട്ട് തന്നെ അതെന്താണ് വളരെ രസകരമായിട്ട് തന്നെ അവതരിപ്പിച്ചു. ഇനി അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ ഞാൻ വിളിക്കുകയാണ്. ആന്റണി പിന്നെ വിളിക്കാം, വാങ്ങോട്ട്. രക്ഷപ്പെടാൻ നോക്കുന്നത് ആന്റണി വിളിച്ചാൽ മതി. അല്ല, അത് കുഴപ്പമില്ല. എന്താണ് പേര്? ഡോണ. നാട്? റെഡി, ആക്ഷൻ. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. 4 പേരെ ഉടുവസ്ത്രമഴിച്ച് തെരുവിൽ തല്ലിക്കൊല്ലുന്നു. അതങ്ങ് ബീഹാറിലല്ലേ? അപ്പൊ നിന്നെ കൊണ്ട് നീ ഒന്നിനും കൊള്ളില്ല എന്നർത്ഥം. മാംസം കടത്തിയതിന് യുവാക്കളെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നു. അതങ്ങ് യുപിയിലല്ലേ? പോലീസ് കസ്റ്റഡിയിൽ വെച്ച് 2 യുവാക്കൾ മർദ്ദനമേറ്റ് തല്ലിക്കൊല്ലുന്നു. 2 യുവാക്കൾ മർദ്ദനമേറ്റ് തല്ലിക്കൊല്ലുന്നു. കൊല്ലപ്പെടുന്നു. അതങ്ങ് തൂത്തുക്കുടിയിലല്ലേ? വിശക്കുമ്പോ ഭക്ഷണം മോഷ്ടിച്ചതിന്. വിശക്കുമ്പോ നീയല്ലേ പറഞ്ഞു ഉറങ്ങുന്നു, എന്നിട്ട് ഫുഡ് ഇത് ഞാൻ നേരത്തെ കേട്ടാണ്. അപ്പൊ ഞാൻ വെച്ച് കൂർക്കം വലിക്കാനാണ്. ഫുഡ് വിശപ്പടക്കാൻ വേണ്ടി ഭക്ഷണം മോഷ്ടിച്ചതിന് യെസ്, ഒരു ആദിവാസി പയ്യനെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നു. അതങ്ങ് കേരളത്തിലല്ലേ? അല്ല, ഇതെല്ലാം നടന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഒരു ചാർജ് ഷീറ്റ് പോലും ഫയൽ ചെയ്യാതെ ഈ 4 പേർക്കുമെതിരെ ഈ ഒരു നാട് മുഴുവൻ വിധി എഴുതണമെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. വിദ്യ എന്ന പെൺകുട്ടി അവളുടെ ഡെത്ത് നോട്ടിൽ എഴുതിയ ആ അവസാനത്തെ വാക്കുകൾ, മൈ ബർത്ത് വാസ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, അപ്പൊ ഡയലോഗുകൾ കറക്റ്റ് ആയിരുന്നു. ഇനി ആക്ട് ചെയ്ത് പറയാൻ പോവാണ്. എല്ലാവരും നല്ലൊരു കൈ കൊടുക്കാം. പിന്നല്ലാതാര്? 4 പേരെ ഉടുവസ്ത്രമഴിച്ച് തല്ലിക്കൊല്ലുന്നു. അതും പോയി. റെഡി, ഒന്നുകൂടി ആക്ഷൻ. പറഞ്ഞോ? 4 പേരെ ഉടുവസ്ത്രമഴിച്ച് നാട്ടുകാർ തല്ലിക്കൊല്ലുന്നു. അതങ്ങ് ബീഹാറിലല്ലേ? മാംസം കഴിച്ചതിന് കടത്തിയതിന് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പോവുകയാണ്. അല്ല സാർ, ഞാൻ ആ ഡയലോഗ് പഠിച്ചു. ഒരു ചാൻസ് കൂടി. ശരി, ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞേ. ആക്ഷൻ. സ്വന്തമായിട്ട് ആക്ഷൻ പറഞ്ഞിട്ട് അഭിനയിക്കുക. ശരി, എന്നാ നടക്കട്ടെ. ഒരു ജീവിതത്തിൽ അദ്ദേഹം ഇത്ര ചിരിച്ചു കാണത്തില്ല. അയ്യോ, ചിരിക്കല്ലേ. ഇത് കഴിച്ചു ചിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. 4 പേരെ ഉടുവസ്ത്രമഴിച്ച് തെരുവിൽ തല്ലിക്കൊല്ലുന്നു. അതങ്ങ് ബീഹാറിലല്ലേ? മാംസം കടത്തിയതിന് ഒരാളെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നു. അതങ്ങ് യുപിയിലല്ലേ? പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മർദ്ദനമേറ്റ് 2 പേരെ പോലീസ് തല്ലിക്കൊല്ലുന്നു. അല്ല, 2 പേർ കൊല്ലപ്പെടുന്നു. അതങ്ങ് തൂത്തുക്കുടിയിലല്ലേ? ഒന്നുകൂടെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആക്ഷൻ. 4 പേരെ ഉടുവസ്ത്രമഴിച്ച് ബീഹാറിൽ വെച്ച് തല്ലിക്കൊല്ലുന്നു. അല്ല, അതങ്ങ് ബീഹാറിലല്ലേ? പോയി. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ മര്യാദ നടക്കണം. ഇതുപോലെ നടന്നാ മതിയാ? സമാനമായി ഇപ്പൊ അതങ്ങ് കേരളത്തിലല്ലേ? അല്ല, ഇതൊന്നും നടന്നത് കേരളത്തിലല്ല, ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഒരു ചാർജ് ഷീറ്റ് പോലും എഴുതാതെ ആ 4 പേർക്കുമെതിരെ ഒരു നാട് മുഴുവൻ വിധി എഴുതണമെങ്കിൽ അതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ. വിദ്യ എന്ന പെൺകുട്ടി അവളുടെ അവസാനത്തെ നോട്ടിൽ എഴുതിയ ആ വാക്കുകൾ, മൈ ബർത്ത് വാസ് മൈ മിസ്റ്റേക്ക്. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. എസ്പെഷ്യലി ആ നടത്തയാണ് ഏറ്റവും. ഒന്ന് കാണിച്ചത് നടത്ത എന്ത് പറ്റിയതായിരുന്നു? കാലിൽ എന്ത് പറ്റിയതാ? പണ്ടേ പോയതാ. ആണോ? ശരി, ഓക്കെ. ഞാൻ சொல்லிலே ഇന്നലെ ഇരുന്ന് உங்களுக்கு ദീപാവലി വലി. അപ്പോൾ രസകരമായ ഈ പെർഫോമൻസിന് ശേഷം ഇനി വരുന്നു റിയ. വരൂ, റെഡിയല്ലേ? അപ്പോൾ ആക്ഷൻ. 4 പേരെ ഉടുവസ്ത്രമഴിച്ച് തെരുവിൽ തല്ലുന്നു. അതങ്ങ് ബീഹാറിലല്ലേ? മാംസം കടത്തിയതിന് ഒരാളെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നു. അതങ്ങ് യുപിയിലല്ലേ? പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മർദ്ദനമേറ്റ്
രണ്ട് രണ്ട് യാണോ? നാവ് വളച്ചെന്തെങ്കിലും കടുപ്പിച്ചു പറഞ്ഞ അച്ചട്ടാ പറഞ്ഞേക്കാം. പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മർദ്ദനമേറ്റ് 2 യുവാക്കൾ മരിക്കുന്നു. അതങ്ങ് തൂത്തുക്കുടിയിലല്ലേ? വിശപ്പടക്കാൻ ഭക്ഷണം മോഷ്ടിച്ചതിന് ആദിവാസി യുവാവിനെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നു. അതങ്ങ് കേരളത്തിലല്ലേ? അല്ല, ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ചാർജ് ഷീറ്റ് പോലും ഇല്ലാതെ ഈ 4 പേർക്കുമെതിരെ നമ്മുടെ ആൾക്കൂട്ടം വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അതാ വിദ്യ എന്ന പെൺകുട്ടിയുടെ ഡെത്ത് നോട്ടിൽ എഴുതിയ ഒറ്റ വാചകത്തിന്റെ പേരിലാണ്. മൈ ബർത്ത് ഇസ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, സൂപ്പർ, അടിപൊളി. എല്ലാറ്റിലും മുൻപന്തിയില, പഠിപ്പിലും നൃത്തത്തിലും സംഗീതത്തിലും ഒക്കെ. നാദിയ വരൂ, നാദിയ. നാദിയ എന്തുണ്ട്? ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അതൊക്കെ അല്ലേ? അവനെ നമ്പി നമ്പിയാണ് ഞാൻ ഇങ്ങനെ ആയത്. ആക്ഷൻ. 4 പേര് അയ്യോ, ഇതെന്താണ് സംഭവം? എന്താ ഇവിടെ? നാരായണ നാരായണ. 4 പേര് അടിവസ്ത്രം. വൃത്തികേട്. 4 പേര് ഉടുവസ്ത്രം അഴിച്ച് തെരുവിൽ തല്ലുന്നു. അതങ്ങ് ബീഹാറിലല്ലേ? മാംസം കടത്തിയ ഒരാളെ നാട്ടുകാർ തല്ലിക്കൊന്നു. അത് UP-യിലല്ലേ? പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റ് 2 യുവാക്കൾ കൊല്ലപ്പെടുന്നു. അതങ്ങ് തൂത്തുക്കുടിയിലല്ലേ? വിശപ്പടക്കാൻ ഭക്ഷണം മോഷ്ടിച്ചതിന് നാട്ടുകാർ തമ്മിൽ തല്ലുന്നോ നാട്ടുകാര്? പക്ഷെ ഇതെല്ലാം നടന്ന ഇന്ത്യയിലല്ലേ? ഒരു ചാർജ് ഷീറ്റിൽ പോലും ഫയൽ ചെയ്യാതെ സമൂഹം മുഴുവൻ ആ 4 പേർക്കെതിരെ വിധി എഴുതണമെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. എന്താണ്? വിദ്യ എന്ന പെൺകുട്ടിയുടെ ഡെത്ത് നോട്ട്. മൈ ബർത്ത് ഈസ് മൈ മിസ്റ്റേക്ക്. രക്ഷോട്ടോ. രണ്ടാമത് ചേപ്പി വന്ന വേണ്ട, കരയുന്നു. ബഹളം വെച്ച് വഷളാക്കുന്നതിലും നല്ലത് ആരും അറിയാതെ മൂടി വെച്ച് അവളെ അങ്ങ് പറഞ്ഞയക്കുന്നതാ. പേരെന്താണ് മോൻ്റെ? ആന്റണി. എവിടെയാ? നാടെവിടെ? ഏതിനാ പഠിക്കുന്നത്? ഏതിനാ? റെഡിയല്ലേ? അപ്പം 4 പേരെ ഉടുതുണിയില്ലാതെ തല്ലിയത് ബീഹാറിലാണ്. എൻ്റെ അടുത്ത് കഥ പറഞ്ഞു ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി. നല്ല മൂട് പറവച്ച. 4 പേരെ ഉടുതുണിയില്ലാതെ തല്ലിക്കൊന്നത് അങ്ങ് UP-യിലാണ്, അല്ല ബീഹാറിലാണ്. മാംസം കടത്തിയതിന് 2 പേരെ തല്ലിക്കൊന്നത് UP-യിലാണ്. പോലീസ് മർദ്ദനത്തിൽ ഒരാളെ കൊന്നത് തൂത്തുക്കുടിയിലാണ്. ഒരു ചാർജ് ഷീറ്റ് പോലും ഫയൽ ചെയ്യാതെ ആ 4 പേർക്കെതിരെ സമൂഹം വിധി എഴുതി. എന്തുകൊണ്ട്? വിദ്യ എന്ന പെൺകുട്ടിയുടെ ഡെത്ത് നോട്ട് കൊണ്ട്. ആ ഡെത്ത് നോട്ട് എഴുതിയിരുന്നത് ബർത്ത് വാസ് നോട്ട് മൈ മിസ്റ്റേക്ക്, അല്ലെ ബർത്ത് വാസ് മൈ മിസ്റ്റേക്ക്. നോട്ടല്ല. ഓക്കെ, താങ്ക് യു. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. ആ പേരെന്തായിരുന്നു? എന്റെ പേര് ലൂസി. ആ പേരെന്തായിരുന്നു? നമ്മളെ സ്ക്രിപ്റ്റിനകത്തുള്ള പേരെന്തായിരുന്നു? അതല്ല, പേരെന്തായിരുന്നു അതിന്റെ? ഓക്കെ, നമ്മുടെ പേരെന്താ? എന്റെ പേര് ലൂസി. ഓക്കെ. ഏതിനാ പഠിക്കുന്നത്? ഞാനിവിടെ MA മലയാളം സെക്കൻഡ് ഇയർ ആണ്. ഓക്കെ, ആക്ഷൻ. 4 പേരെ ഉടുവസ്ത്രമഴിച്ച് തെരുവിൽ തല്ലുന്നു. അതങ്ങ് ബീഹാറിലല്ലേ? മാംസം കടത്തിയതിന് ആൾക്കൂട്ടം ഒരാളെ തല്ലിക്കൊന്നു. അതങ്ങ് UP-യിലല്ലേ? പോലീസ് കസ്റ്റഡിയിൽ 2 യുവാക്കൾ മർദ്ദനമേറ്റ് മരിച്ചു. അതങ്ങ് തൂത്തിക്കുടിയിലല്ലേ? വിശപ്പടക്കാൻ ഭക്ഷണം മോഷ്ടിച്ചതിന് ഒരു ആദിവാസി യുവാവിനെ തല്ലിക്കൊന്നു. അതങ്ങ് കേരളത്തിലല്ലേ? അല്ല, ഇതെല്ലാം നടന്നത് ഇന്ത്യയിലാണ്. ഒരു ചാർജ് ഷീറ്റ് പോലും എഴുതാതെ ആ 4 പേർക്കുമെതിരെ ഈ സമൂഹം വിധി എഴുതിയത് ഒരൊറ്റ കാരണം കൊണ്ടാണ്. വിദ്യ എന്ന പെൺകുട്ടിയുടെ ഡെത്ത് നോട്ട്. മൈ ബർത്ത് വാസ് മൈ മിസ്റ്റേക്ക്. വെരി ഗുഡ്, അടിപൊളി, സൂപ്പർ. എന്താ സാധനം? ചീങ്കണ്ണിയാ. ഇവ IAS എടുത്തിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ കളക്ടർ ആവൂട്ടാ. സച്ചിനെ, എന്തൊക്കെയാണ് മോനെ വിശേഷം? എവിടെയാണ് നാട്? മല്ലപ്പള്ളിയിൽ. ഏതിനാ പഠിക്കുന്നത്? സുവോളജി. പറഞ്ഞോ. 4 പേരെ തെരുവിൽ തല്ലിക്കൊല്ലുന്നു. അതങ്ങ് ബീഹാറിലല്ലേ? മാംസം കടത്തിയതിന് ഒരാളെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നു. അതങ്ങ് UP-യിലല്ലേ? ലോക്കപ്പിൽ ഇരുന്ന 2 പേര്, 2 യുവാക്കളെ ലോക്കപ്പിൽ ഇരുന്ന് മരിച്ചു പോകുന്നു. ലോകകപ്പിൽ ഇരുന്ന് മരിക്കുന്നു. വിശന്നിട്ട് ഭക്ഷണം മോഷിച്ച ഒരാളെ, ഒരു ആദിവാസി യുവാവിനെ നാട്ടുകാരെല്ലാം കൂടെ കൂടി തല്ലിക്കൊല്ലുന്നു. അതങ്ങ് കേരളത്തിലല്ലേ? അല്ല, കേരളത്തിലല്ല. പിന്നെ എവിടെ? ഒരു ചാർട്ട് ഷീറ്റ് പോലെ എഴുതാതെ നമ്മുടെ നാട്ടിലെ എല്ലാവരും ഇവർക്ക് ഈ 4 പേർക്കെതിരെ രൂപം കൊണ്ടെങ്കിൽ തിരിഞ്ഞെങ്കിൽ അതിനൊറ്റൊരു കാരണമേ ഉള്ളൂ. വിദ്യ എന്നൊരു പെൺകുട്ടി മരിക്കുന്നതിന് മുന്നേ ഒരു
മൈ ബർത്ത് വാസ് മൈ മിസ്റ്റേക്ക്. നീ രക്ഷപ്പെട്ടോ, എന്തായാലും വന്ന് നീ ചെയ്തല്ല, അതിന് താങ്ക്സ്. ഇനി വാ, അടുത്ത വാ. ഇനി നീ വരണം, വാ. നിന്നെ ഞാനിന്ന് കൊല്ലോടാ കുരുത്തം കെട്ടവന്. അപ്പം അദ്ദേഹം പ്രത്യേകം പറഞ്ഞു, ഇതൊന്നും പറയണ്ട, എന്നെ കുറിച്ച് പോഴ്ത്തുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞെങ്കിൽ ഞാനങ്ങ് പറഞ്ഞതാണ്. റെഡി, ആക്ഷൻ. എനിക്ക് പറ്റും മറ്റേ സാധനം പോലെ മതി, മഞ്ഞൾ ചെലുപ്പുരുണ്ട്. എന്തോ ശരി, അപ്പം അല്ലല്ല അതല്ല, അപ്പം വേറെ ടങ് ടെസ്റ്റ് പറഞ്ഞുതരാം. മഞ്ഞിൽ ചെളിപുരണ്ട അല്ല വേണം. അന്തിക്ക് കുന്തിദേവി കിണ്ടി വീഴുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഉണ്ട്, കുണ്ടിൽ വീഴും. പറ. അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ? അന്തിക്ക് കുന്തിദേവി കിണ്ടിയിൽ ഉരുണ്ടപ്പോൾ കിണ്ടി ഇരുണ്ട് കുണ്ടിൽ വീണു. അങ്ങനല്ല, അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് ഒരു കുന്തിദേവി. ഒരു കുന്തിദേവി അല്ല, കുന്തിദേവി. ആ റെഡി, കേട്ട് മനസ്സിലാക്കും, പറഞ്ഞ നമ്മളെ. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. കറക്റ്റ് സാധനമാണ്, കണ്ടാ, മിടുക്കി, ഗുഡ് ഗേൾ. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. കറക്റ്റ് ആണ് കേട്ടോ, 3 പ്രാവശ്യം. ആ പറഞ്ഞു. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി കുണ്ടി. ഞാൻ പറഞ്ഞല്ലോ, നീ പറഞ്ഞല്ല, ആത്മാവ് പറഞ്ഞാണല്ലേ. അന്തിക്ക് കുന്തിദേവി കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണ്. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. പോട്ട് പോയിക്കോ, അവൻ രക്ഷപ്പെട്ടത്. നീ ആള് തിരക്കല്ലല്ലോ മോനെ. അടുത്തായിട്ട് ഫിസയാണ്. ഫിസ സ്ക്രിപ്റ്റ് ഒക്കെ പഠിച്ചിങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ഫിസ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ബികോം സെക്കൻഡ് ഇയർ. നാട് എവിടെയാണ്? ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി. 4 പേര് ഉൾവസ്ത്രം അയച്ച് തെരുവിൽ തല്ലുന്നു, അതങ്ങ് ബീഹാറിലല്ലേ. മാംസം കടത്തിയതിന് ഒരാളെ കൂട്ടം കൂടി തല്ലുന്നു, അതങ്ങ് UP-യിലല്ലേ. പോലീസ് മർദ്ദനമേറ്റ് ലോക്കപ്പിൽ വെച്ച് 2 പേരെ തല്ലിക്കൊല്ലുന്നു, അതങ്ങ് തൂത്തുക്കുടിയിലല്ലേ. വിശപ്പിന് വിശപ്പടക്കാൻ വേണ്ടി ഭക്ഷണം മോഷ്ടിച്ചതിന് ഒരു ആദിവാസിയെ തല്ലിക്കൊല്ലുന്നു. ഇതൊക്കെ കേരളത്തിലല്ലേ? അല്ല, ഇതൊക്കെ അല്ലേ? ഇത് കേരളത്തിലല്ലേ നടന്നത്? അല്ല 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 ആണ്. സമ്മതമാണ്. സമ്മതമല്ല. വിദ്യ എന്ന പെൺകുട്ടിയുടെ ഡെത്ത് നോട്ടാണ്. തവണ മഴ നേരത്തെ എത്തും പാലക്കാട്. എന്തുവാണിത്? അത് കോളാമ്പി അല്ല സാറേ, ആഷ്ട്രയ. പറഞ്ഞോ പറഞ്ഞോ. ഓക്കെ, വിട്ടോ. ഈ 3 അക്ഷരങ്ങളോട് നമ്മളെ കുടിപ്പിച്ച് പരുവത്തിലാക്കുന്നത്. അടുത്തതായിട്ട് വരുന്നു മിസ്റ്റർ സ്റ്റെഫിൻ. 4 പേര് ഉൾവസ്ത്രം മരിച്ച് തെരുവിൽ തല്ലിക്കൊല്ലുന്നു, അതങ്ങ് ബീഹാറിലല്ലേ. മാംസം കടത്തിയതിന് ഒരാളെ തെരുവിൽ തല്ലിക്കൊല്ലുന്നു, അതങ്ങ് UP-യിലല്ലേ. പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റ് 2 യുവത്വങ്ങൾ മരിക്കുന്നു, അതങ്ങ് എവിടെയായിരുന്നു? തൂത്തുക്കുടിയിലല്ലേ. വിശപ്പടക്കാൻ ഭക്ഷണം മോഷ്ടിച്ചതിന്റെ പേരിൽ 2 ആദിവാസി യുവാക്കളെ സമൂഹം തല്ലിക്കൊല്ലുന്നു, അതങ്ങ് കേരളത്തിലല്ലേ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. വിശപ്പടക്കാൻ ഭക്ഷണം മോഷ്ടിച്ചതിന്റെ പേരിൽ ഒരു ആദിവാസി യുവാവിനെ ഒരു സമൂഹം തല്ലിക്കൊല്ലുന്നു, അതങ്ങ് കേരളത്തിലല്ലേ. അല്ല, ഇതെല്ലാം നടന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഒരു ചാർജ് ഷീറ്റ് പോലും ഫയൽ ചെയ്യാതെ ഒരു സമൂഹം മുഴുവൻ ഈ 4 പേർക്കുമെതിരെ വിധി എഴുതണമെങ്കിൽ ഒരു ഒറ്റ വ്യക്തിയുടെ ഡെത്ത് നോട്ട് കൊണ്ടാണ്. അത് ദിവ്യയുടെയാണ്. അതാരാണ് ദിവ്യ? ഞാൻ അടിച്ചു പൊട്ടിക്കും. വിദ്യയുടെയാണ്. എന്താണ് എഴുതിയിരുന്നത്? മൈ ഡെത്ത് വാസ് മൈ മിസ്റ്റേക്ക്. എന്തുവാണ് വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, മൈ ബർത്ത് വാസ് മൈ മിസ്റ്റേക്ക്. തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ. എന്താണ് വിശേഷങ്ങൾ? എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെ പെർഫോമൻസ്? ഭയങ്കര രസകരമായില്ലേ? ഞങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവരുടെ പെർഫോമൻസ്. അപ്പോൾ നമുക്ക് ആക്ടിങ്ങിലോട്ടങ്ങ് പിടിക്കാം. ആക്ഷൻ. 4 പേര് ഉൾവസ്ത്രം അഴിച്ച് തെരുവിൽ തല്ലുന്നു, അതങ്ങ് ബീഹാറിലല്ലേ. മാംസം കടത്തിയതിന് ഒരാളെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നു, അതങ്ങ് UP-യിലല്ലേ. പോലീസ് മർദ്ദനമേറ്റ് കസ്റ്റഡിയിൽ വെച്ച് ഒരാൾ കൊല്ലപ്പെടുന്നു, അതങ്ങ് തൂത്തുക്കുടിയിലല്ലേ. ഒരു ചാർജ് ഷീറ്റ് പോലും ഫയൽ ചെയ്യാതെ ഈ 4 പേർക്കുമെതിരെ ഒരു സമൂഹം മുഴുവൻ വിധി എഴുതണമെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ. എന്താണ് കാരണം? വിദ്യ എന്ന പെൺകുട്ടിയുടെ ഡെത്ത് നോട്ട്. എന്തായിരുന്നു? മൈ ബർത്ത് വാസ് മൈ മിസ്റ്റേക്ക്. സിനിമണ്ഡലം വരെ നിന്റെ ഭാഗ്യം സിനിമ തന്നെ മോളെ. മരിയ.
4 പേരെ ഉടുവസ്ത്രം അയച്ച് തെരുവിൽ തല്ലുന്നു. അതങ്ങ് ബീഹാറിലല്ലേ? മാംസം കടത്തിയതിന് 2 യുവാക്കളെ ഒന്നും നടക്കാൻ പോലുള്ള 4 പേരെ ഉടുവസ്ത്രം അയച്ച് തെരുവിൽ തല്ലിക്കൊല്ലുന്നു. അത് അങ്ങ് ബീഹാറിലല്ലേ? മാംസം കടത്തിയതിന് 2 യുവാക്കളെ ഒരാളെ തല്ലിക്കൊല്ലുന്നു. അതങ്ങ് UP യിലല്ലേ? ഒരു ചാർജ് ഷീറ്റ് പോലും ഫയൽ ചെയ്യുന്നതിന് മുമ്പ് 4 പേർക്കുമെതിരെ ഒരു സമൂഹം ഇത് വിധി എഴുതണമെങ്കിൽ അത് വിധി എന്ന ഒരു പെൺകുട്ടിയുടെ ഡെത്ത് നോട്ട് കാരണമാണ്. ആ ഡെത്ത് നോട്ടിൽ എഴുതിയിരിക്കുന്നത് മൈ ബർത്ത് വാസ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കിഷ്ടായി. അവർക്കിഷ്ടാവോ എന്തോ? യെസ്. അപ്പോൾ എല്ലാവരും വളരെ മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. ഒരാളെ പോലും സത്യത്തിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. എങ്കിൽ അവിടെ കുറച്ച് പേര് മാർക്കിടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അവർ ജസ്റ്റ് ഒരു പടി മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരാൾക്ക് ഇതിൽ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രൈസ് കിട്ടുമ്പോഴും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ളതല്ല, ഒരു 3-4-5 പേർക്ക് പ്രൈസ് കാണും ചിലപ്പോൾ. അപ്പോൾ അത് ഞാൻ ആദ്യം ഒരാളെ വിളിക്കുന്നതേ ഉള്ളൂ. വളരെ നമ്മളെ ചിരിപ്പിച്ച് വളരെ രസകരമായി ആക്ട് ചെയ്ത ഒരാളെയാണ് വിളിക്കുന്നത്. ഡോണ. നല്ല എക്സ്പ്രഷൻ കൊടുത്തിട്ട് എന്താണ് ആ നടക്കുന്നതൊക്കെ ഭയങ്കര രസമായിരുന്നു. നല്ല രീതിയിൽ തന്നെ ആക്ട് ചെയ്തു. അപ്പം യമ്മി വാലിയുടെ ഒരു മില്ലറ്റ് പ്രൊഡക്റ്റാണ്. നമ്മൾ സ്നാക്സൊക്കെ കഴിക്കുമ്പം കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ മില്ലറ്റിൻ്റെ പ്രോഡക്റ്റ്സ് ആണെന്ന് മൊത്തം. അപ്പോൾ യെസ്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ വിളിക്കാൻ പോകുന്നത് അദ്ദേഹം വളരെ മനോഹരമായി തന്നെ വളരെ ചടുലമായി ഡയലോഗൊക്കെ പറഞ്ഞിട്ട് ഗംഭീരമായിട്ട് പ്രസൻറ്റ് ചെയ്തു. അദ്ദേഹത്തെ ഞാൻ വിളിക്കുകയാണ്. ലൂസി. യമ്മി വാലി നൽകുന്ന ഒരു മില്ലറ്റ് സ്നാക്സ് ആണ്, മില്ലറ്റ് പ്രൊഡക്റ്റാണ്. അതീവ ഗുണവും രുചിയുമുള്ള സാധനമാണ്. എല്ലാവർക്കും ഷെയർ ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് ഞാൻ വിളിക്കാൻ പോകുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ടും ഭയങ്കര എനർജറ്റിക്കായിട്ടും ഇവിടെ ആദ്യം തന്നെ ഈ വേദിയിലേക്ക് കടന്നു വന്ന് ഇതിൻ്റെ ഐശ്വര്യമായി മാറിയ കെസിയയാണ്. ഓക്കെ കെസിയ, അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങളുടെ പെർഫോമൻസ് കൂടാതെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സും ഫുൾ ആക്റ്റീവാണ്. എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവുക. ഇത് കേക്ക് ഫാം തൃശ്ശൂർ നൽകുന്ന ഒരു അടിപൊളി കേക്കാണ്. പിന്നെ ഇത് ഒരു RMS ടീ ആണ്. നമ്മുടെ ഹൈ റേഞ്ചിൽ നിന്ന് നേരിട്ട് വരുന്ന തേയിലയാണിത്. വളരെ നല്ല പ്രൊഡക്റ്റാണ്. അവരുടെ ഒരു പ്രീമിയം ടീ ആണ്. ചായയൊക്കെ കുടിക്കുമല്ലോ, അടിപൊളിയായിട്ടിട്ട് കുടിക്കും. അടുത്ത ആൾ എന്ന് പറയുന്നത് എന്ത് നമ്മൾ ചോദിച്ചാലും അതിൻ്റെ ഉത്തരം അദ്ദേഹത്തിലുണ്ട്. ഇനി പാട്ട് പാടാൻ പറയുകയാണെങ്കിൽ പാട്ട് പാടും. എന്ത് ചോദിച്ചാലും അപ്പോഴും ഉത്തരം പറയാൻ വളരെ ബോൾഡാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ വേണം പെൺകുട്ടികളായ. നല്ല ബോൾഡായിരിക്കണം. നല്ല സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഈ സമൂഹത്തിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരം ഒരു ആളായിരിക്കണം. നല്ലൊരു പേഴ്സണാലിറ്റിക്ക് ഉടമയാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഞാൻ വിളിക്കുകയാണ് റിയ. റിയ കേക്ക് ഫാം തൃശ്ശൂർ നൽകുന്ന ഒരു നല്ല കേക്കാണ്. ഓക്കെ, താങ്ക് യു. യെസ്. അടുത്തായിട്ട് വിളിക്കുന്നു മിസ്റ്റർ സ്റ്റെഫിൻ. സ്റ്റെഫിൻ ഇവിടെ ഒരുപാട് ഗ്രൗണ്ട് സപ്പോർട്ടുള്ള ഒരാളാണ്. വളരെ നല്ല രീതിയിൽ ആക്ട് ചെയ്തു. നന്നായിരുന്നു. സ്റ്റെഫിൻ ഇന്ത്യാസ് നമ്പർ 1 കാർ കെയർ പ്രൊഡക്റ്റായ ഡീപോൾ നൽകുന്ന ഒരു നല്ല കാറോ ബൈക്കോ ഒക്കെ ഉണ്ടെങ്കിൽ വാഷ് ചെയ്ത് മിനിങ്ങും തിളങ്ങും. ഓക്കെ, യെസ്. അടുത്തത് ഞാനിവിടെ പെട്ടെന്ന് തന്നെ ഒരു ടങ് ട്വിസ്റ്റർ കൊടുത്തപ്പോൾ വളരെ മനോഹരമായി തന്നെ അത് പ്രസൻറ്റ് ചെയ്ത മിസ്റ്റർ നിതിൻ. നിതിൻ വളരെ മനോഹരമായി തന്നെ അത് പെർഫോം ചെയ്തു. നിതിന് തരുന്ന ഇതെന്ന് പറയുന്നത് സൂര്യമാർക്ക് വാഷിംഗ് സോപ്പാണ്. ലവ് അറ്റ് ഫസ്റ്റ് വാഷിൽ തന്നെ അറിയാലോ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ല, ഫസ്റ്റ് വാഷ്. ഇത് കൈയൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഡ്രസ്സിൽ അഴുക്കൊക്കെ നല്ല രീതിയിൽ പോകും. ഉണ്ട്. യെസ്. അപ്പോൾ നമ്മുടെ എപ്പിസോഡ് ഭയങ്കര ഫണ്ണായിരുന്നു. തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു SB കോളേജിലെ കുട്ടികൾ വളരെ വൈബ്രൻ്റാണ്. അതുപോലെ തന്നെ നമുക്കൊക്കെയും ഇത്രയും സമയം പോയത് തന്നെ അറിഞ്ഞില്ല. എത്ര മനോഹരമായി തന്നെ എല്ലാവരും പെർഫോം ചെയ്തു. നല്ല സപ്പോർട്ടായിരുന്നു. നല്ല കുട്ടികളാണ്. ഇവർക്ക് വേണ്ടി ഞാനൊരു കൈയടി കൊടുക്കുകയാണ്. അപ്പോൾ താൽക്കാലികമായിട്ട് ഞങ്ങൾ വിട പറയുകയാണ്. അടുത്ത എപ്പിസോഡുമായി മറ്റൊരു കോളേജിൽ കാണുന്നവരെയും ഗുഡ് ബൈ.